ഹലോ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വീഡിയോഗ്രാഫി അനുവാദമില്ലാത്തത് കൊണ്ട് ഉള്ളിലെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചില്ല. അപ്പോൾ പുറമേയുള്ള ക്ഷേത്രകവാടം വരെ വീഡിയോഗ്രാഫിക്ക് അനുവാദമുള്ളൂ. അതിനുള്ളിലേക്ക് ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളാണ് നമുക്ക് പകർത്താൻ കഴിഞ്ഞത്. അങ്ങനെ ക്ഷേത്രകവാടത്തിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്തായാലും ഒന്ന് ദർശിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയ്യിലുള്ള ബാഗും മൊബൈലെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ചു. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോഴല്ലേ കണ്ടത്, പുറത്ത് കണ്ടതിനേക്കാൾ 10-100 മടങ്ങ് ജനങ്ങൾ വരിയായി ദർശനത്തിനായി നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വരിക്ക് നിന്നു. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ അഭിഷേകം നടക്കുകയായിരുന്നു. അഭിഷേകം നടക്കുമ്പോൾ 2-2.5 മണിക്കൂർ അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞേ നട തുറക്കുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 8 മണിക്ക് വരിക്ക് നിന്ന് 10:30 മണിയായി ആ വരിയൊന്ന് നീങ്ങിക്കിട്ടാൻ തന്നെ. അങ്ങനെ ഭഗവാനെ ദർശിച്ചു. അപ്പോൾ 11:30 മണിക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ദർശനത്തിനായിട്ട് എത്തിയവരിൽ കൂടുതലായിട്ടും അന്യസംസ്ഥാന ഭക്തന്മാരെയാണ് കാണാൻ കഴിഞ്ഞത്. അന്യസംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, UP എന്നീ ഭാഗങ്ങളിലുള്ള ഹിന്ദിക്കാരാണ് കൂടുതലും. അപ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.